മാർച്ച് 9-ന് ബഹ്റൈനിലെ ജനവാസ മേഖലയിലുണ്ടായ സ്ഫോടനത്തിന് കാരണം അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനമാണെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ പുറത്ത്. റോയിട്ടേഴ്സ് അവലോകനം ചെയ്ത ആയുധ വിദഗ്ധരുടെ വിശദമായ പഠന റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തൽ. സ്ഫോടനത്തിൽ കുട്ടികളടക്കം 32 പേർക്ക് പരിക്കേൽക്കുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. തലസ്ഥാനമായ മനാമിക്ക് സമീപമുള്ള സിത്ര ദ്വീപിലെ മഹസ്സ മേഖലയിലാണ് പുലർച്ചെയോടെ സ്ഫോടനം നടന്നത്. ഇറാനിയൻ ഡ്രോൺ പതിച്ചാണ് അപകടമുണ്ടായതെന്നായിരുന്നു ബഹ്റൈൻ അധികൃതരുടെയും US സെൻട്രൽ കമാൻഡിന്റെയും ആദ്യ വിശദീകരണം. എന്നാൽ മിഡിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ഗവേഷകർ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ മിസൈൽ വിക്ഷേപിച്ചത് റിഫയിലുള്ള US പാട്രിയറ്റ് ബാറ്ററിയിൽ നിന്നാണെന്ന് ഏകദേശം ഉറപ്പിച്ചു. റിഫയിൽ നിന്ന് വടക്കുകിഴക്ക് ദിശയിലേക്ക് പാട്രിയറ്റ് മിസൈൽ കുതിക്കുന്നതും നിമിഷങ്ങൾക്കകം പൊട്ടിത്തെറിക്കുന്നതും സോഷ്യൽ മീഡിയ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സ്ഫോടന സമയത്ത് ഡ്രോണുകളുടെ സാന്നിധ്യം ശബ്ദരേഖകളിൽ കണ്ടെത്താനായിട്ടില്ല. തകർന്നു വീണ മിസൈൽ അവശിഷ്ടങ്ങൾ പിന്തുടർന്ന ഗവേഷകർ എത്തിയത് റിഫയിലെ ഒരു സൈനിക കേന്ദ്രത്തിലാണ്. ഈ കേന്ദ്രത്തിന്റെ ഘടന ബഹ്റൈന്റെ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തവും അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന രീതിയിലുമുള്ളതുമാണ്. ഡ്രോൺ നേരിട്ട് വന്നിടിച്ചാലുണ്ടാകുന്ന ആഘാതമല്ല, മറിച്ച് മിസൈൽ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളാണ് പ്രദേശം മുഴുവൻ കാണപ്പെട്ടത്. ഏകദേശം 400 അടി ദൂരേക്ക് വരെ മിസൈൽ ചില്ലുകൾ തെറിച്ചു വീണിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഡ്രോൺ ആക്രമണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ബഹ്റൈൻ പിന്നീട് നിലപാട് മാറ്റിയിരുന്നു. ഇറാനിയൻ ഡ്രോണിനെ ആകാശത്ത് വെച്ച് പാട്രിയറ്റ് മിസൈൽ തടയുകയായിരുന്നുവെന്നും ഇത് വലിയ ദുരന്തം ഒഴിവാക്കിയെന്നുമാണ് പുതിയ വിശദീകരണം. എന്നാൽ ഇത് വിക്ഷേപിച്ചത് അമേരിക്കൻ സൈന്യമാണോ എന്നത് ബഹ്റൈൻ അധികൃതർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല.